എല്ലാത്തിനകത്ത് ബോളുണ്ട് കേട്ടോ. അത് അവിഭാജ്യ ഘടകമാണ്. ബോളില്ലാത്തൊരു പരിപാടിയില്ല. ഇതുണ്ടോ, ഇതൊക്കെ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് ഒറ്റ തടിയിൽ തീർത്തതാണ്. ഇതിന്റെ ഉള്ളിൽ ഒരു ബോളുണ്ട്. ഇതുണ്ടോ, ഈ ചെങ്ങല എങ്ങനെ ഉണ്ടാക്കി എന്നറിയാൻ ചെറിയൊരു ആഗ്രഹമുണ്ട്. എനിക്ക് മാത്രമല്ല, കാണുന്ന പ്രേക്ഷകർക്കും ചിലപ്പം ആ ഒരു ആഗ്രഹം ഉണ്ടാകുമെന്നറിയാം. അപ്പോൾ നമുക്കത് ഒന്ന് പറഞ്ഞു തരുമോ? പിന്നെ ഹായ്, ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ കൊന്നത്തരി പഞ്ചായത്തിലെ കൊമ്പിടിഞ്ഞാലിലാണ്. കൊമ്പിടിഞ്ഞാലിൽ നമ്മളെ രാജപ്പൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വീട്ടിൽ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ ചേട്ടൻ ഇവിടെ നമ്മുടെ തടി കൊണ്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി നമ്മൾ രാജപ്പൻ ചേട്ടൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ രാജപ്പൻ ചേട്ടൻ. ഇവിടെയുള്ളൊരു സ്നേഹത്തോടെ എന്താ വിളിക്കുന്ന, രാജുവേട്ട എന്ന് വിളിക്കും. അതെ അതെ, രാജുവേട്ട എന്ന് വിളിക്കും. ഇതാണ് നമ്മുടെ രാജപഞ്ചാറിന്റെ വീട്. ചേട്ടന്റെ പേരെന്താ? രതീഷ്. ഓക്കെ. ചേച്ചിയുടെ പേര് ചേച്ചി? രാധ അല്ലേ. ഇതെന്റെ സുഹൃത്താട്ടോ, ആൽബിൻ. ഇവന്റെ വീടിന്റെ ഏകദേശം അടുത്തായിട്ടാണ്. ഇവനാണ് ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ഒറ്റത്തടിയിൽ തീർത്ത സംഭവങ്ങളെല്ലാം ആദ്യമേ കാണാം. ഓക്കെ, നമുക്കിത് ഇവിടുന്ന് അങ്ങ് തുടങ്ങാം. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കിത് ഒറ്റത്തടി തീർത്തതാണ് എന്ന് തോന്നത്തില്ല. കാരണം 2 പീസാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കി എന്ന് ശരിക്കും പറഞ്ഞാൽ കാണുന്നവർക്ക് ഒരു അത്ഭുതം തന്നെയാണ്. അടുത്തത് പിന്നെ ഇപ്പം ഇതും പീഠം നിലവിളക്കൊക്കെ വെക്കാം. ഇത് ഒറ്റത്തടി തീർത്ത അല്ല, ഇത് പല കഷ്ണങ്ങളാ പീസായിട്ട് ഒടിച്ചെടുത്തേക്കുന്നത് അല്ലേ. പീഠം നിലവിളക്ക് വെക്കാനുള്ള പീഠമാണ്. ഇത് ഒറ്റത്തടി തീർത്തല്ല, ഇത് കുറെ പീസുകളുണ്ട് കേട്ടോ. അങ്ങനെ ജോയിന്റ് ചെയ്തെടുത്തതാണ്. ഓക്കെ. അടുത്തതായിട്ട് നമുക്ക് ഇതും പീഠം തന്നെ. പിന്നെ അടുത്തത് ഇത് ഒറ്റ കഷ്ണം. ഇത് ഒറ്റ പീസ് അതല്ലേ, ഒരു പീസാണ്. ഒറ്റ തടിയിൽ തീർത്തതാണ്. ഇതിന്റെ ഉള്ളിൽ ഒരു ബോൾ ഉണ്ട്. ഇതുണ്ടോ, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഈ ബോൾ എങ്ങനെ വന്നു എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുമായിരിക്കും. ഇനിയുമുണ്ട് വിസ്മയ കാഴ്ചകൾ. അടുത്തത് ഇത്. അടുത്തതായിട്ട് ചെങ്ങല എന്നൊക്കെ പറയാം. അങ്ങനെ ചെങ്ങല എന്നൊക്കെ പറയാം. ഇത് എത്ര ദിവസം കൊണ്ട് എടുത്തു ഈ ഒരു പണി തീർക്കാൻ? ഇത് ഏതാണ് 2 ദിവസമൊക്കെ ആയിപ്പോയി. ഇതൊക്കെ 2 ദിവസം കൊണ്ട് തീർത്തത്. കാരണം ഇതിനു വേണ്ടി മെനക്കെട്ടിരുന്നു. അന്നൊരു ഭക്ഷണം പോലും കഴിക്കാൻ എഴുന്നേറ്റ് പോയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പൊ 2 ദിവസം കൊണ്ട്. ഇതെന്താ തടി? ഇത് മഹാഗണി എന്ന് പറഞ്ഞ തടിയാണ് അല്ലേ. ഇത് നമ്മളെ അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിച്ചൊരു സംഭവമാണ്. ഇത് മാത്രമല്ല കേട്ടോ, വേറെ ഉണ്ട്. ഇതെന്താ, ഇതും നമ്മളെ ഞെട്ടിച്ചൊരു സംഭവമാണ്. ഇത് ഒറ്റത്തടി തന്നെയല്ലേ? ഇവിടെ ഒരു റൗണ്ട് ഉണ്ട്. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് എത്ര ദിവസം എടുത്തു ഇത് പണിയാൻ വേണ്ടി? ഇതാണ് ഓർക്കുന്നില്ല. ഏകദേശം ഒരു 1.5 ദിവസമൊക്കെ കണക്ക് കൂട്ടാതെ 1.5 ദിവസം കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം അല്ലേ. അപ്പം വേറെ ഒരു പണിക്ക് പോലെ ഇവിടെ തന്നെ തച്ചിരിക്കണം. പോകുന്നില്ലോ. 9 മണി മുതൽ അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കൈ സ്പീഡ് എടുത്ത് പണിത്തില്ലല്ലോ. കൈ സ്പീഡ് എടുത്ത് പണിത് കഴിഞ്ഞാൽ ഇതെല്ലാം വിട്ടുപോകും. റൗണ്ട് ഷേപ്പ് ആട്ടോ, വേറെ ഒരു വിഷയമില്ല. ഓരോന്ന് പണിത് തീർക്കണം. ഓരോന്ന് പണിത് മിനുക്കി അത് കഴിഞ്ഞിട്ടേ അടുത്ത ഈ റിങ് പണിയാവുള്ളൂ. ഇത് പണിതതിന് പൂർത്തീകരിച്ചിട്ടേ ഇത് പണിയാവുള്ളൂ. അങ്ങനെ ഓരോന്ന് തീർത്ത് വരണം. എന്റെ മോനെ, രക്ഷയില്ല കേട്ടോ. ഇനിയുണ്ട് കേട്ടോ, ഇതൊന്നും കഴിഞ്ഞിട്ടില്ല. അടുത്തത് ഇതും അതുപോലെ തന്നെ. ഇതൊക്കെ 2 ദിവസം കൂടുതൽ പിടിച്ചതാ. അതെല്ലേ. പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇതിന്റെ അകത്ത് നമുക്കൊരു ജോയിന്റും ഇല്ല കേട്ടോ. കള്ളം പറയുന്നതല്ല, ഒറ്റത്തടി തന്നെ തീർത്തതാണ്. നമുക്ക് ഇതും കൊള്ളാം. ഇതിപ്പോ എത്ര അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ ഇത് അടുത്ത ഇതിന് എന്തെങ്കിലും പേരുണ്ടോ? ഇതിന് അങ്ങനെയൊന്നുമില്ല. റിങ് ഇങ്ങനെ ചെയിൻ പോലെ കിടക്കുവാണ്. തടി കൊണ്ട് മാത്രമല്ല, ചിരട്ടയും കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വെള്ളം കുടിക്കാനല്ലേ, ഇങ്ങനെ ഒരു പാത്രമായിട്ട് അതിന് അടപ്പ് ചിരട്ട കൊണ്ട് തന്നെ അല്ലേ. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഇതും അതുപോലെ തന്നെ ചിരട്ടയും കൊണ്ട് ഉണ്ടാക്കിയതാണ്. കുറച്ചും കൂടി ഒന്ന് പോളിഷ് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു അല്ലെ, കുറച്ചും കൂടി ഒന്ന് ഫിനിഷിങ് വേണം. പിന്നെ ഇത് തന്നെ സംഭവം, ഇതൊരു പാർക്കിനകത്ത് കണ്ടതാ. ടിവിയില് ഈ സവാരി ചാനലില്ലേ, അതിലൊരു പാർക്കിൽ ഞാൻ ഇത് കണ്ടതാ. ഏത് രാജ്യമൊന്നും അറിയില്ല കേട്ടോ. അത് വിശ്വാസമായിരുന്നു ഉണ്ടാക്കി. അത് മനസ്സിൽ ഇങ്ങനെ എന്നിട്ട് അങ്ങ് ഉണ്ടാക്കി. എന്നാ കണ്ടാലും അങ്ങനെ ഓർത്ത് കിടക്കുകയാണ്. അങ്ങനെ വിശ്വാസമായിരുന്നു ഉണ്ടാക്കിയതാ. ഓക്കെ. അടുത്തതായിട്ട് ഇത് ഒറ്റത്തടിയാണോ? ഇത് ഇത്രയും ഭാഗം ഒറ്റത്തടിയാ. ഇത്രയും പോർഷൻ ഇത് ഒറ്റത്തടിയാണ്. ഇത് മാത്രം സ്റ്റാൻഡ് പിടിപ്പിക്കുന്ന സ്റ്റാൻഡ് മാത്രം സെപ്പറേറ്റ് പണിതാണ്. അപ്പൊ ഇതിന്റെ മേളിലേക്ക് ഇങ്ങോട്ട് മൊത്തം ഒറ്റത്തടിയിൽ തീർത്താട്ടോ.
കൊള്ളാം. ഇതൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഷോയ്ക്ക് തൂക്കിയിടുന്ന അങ്ങനത്തെ ഐറ്റംസ് ഇങ്ങനെ വള്ളിയിട്ട് ഇങ്ങനെ ഓരോ ഷോ ആയിട്ട് ഇങ്ങനെ തൂക്കിയിടാം. ഇതും ഒറ്റത്തടി തീർത്തതാണ്. പിന്നെ ഇതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ ബോള്. എല്ലാത്തിനകത്ത് ബോൾ ഉണ്ട് കേട്ടോ. അത് അവിഭാജ്യ ഘടകമാണ്. ബോളില്ലാത്തൊരു പരിപാടിയില്ല. ഇതുണ്ടോ, ഇതൊക്കെ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതും കറങ്ങും അല്ലേ? പിന്നെ ഇതൊക്കെ എന്താ? ഇതും മഹാഗണിയാണോ? നമുക്ക് പണിയാം. പിന്നെ ഈട്ടിയോ തേക്കോ ഏത് പണിയാലും കുറച്ചുകൂടി എളുപ്പം മഹാഗണിയാണോ? അങ്ങനെയുണ്ടോ? എല്ലാം സെയിമാണ്. പെരക്കൊക്കെ പഴയ കെട്ടിടം 6:30 രാജകൊട്ടാരം ഇങ്ങനെയുള്ളതിനൊക്കെ പണിയുന്ന ഈ വരാന്തേക്കുള്ള തൂണുകളാണ്. ഇതും ഇത് ഒറ്റത്തടിയാ. ഇത്രയും ഭാഗം ഒറ്റത്തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ സ്റ്റാൻഡ് മാത്രം സെപ്പറേറ്റ് ആയി, അതുപോലെ തന്നെ ഈ ഒരു പോർഷനും സെപ്പറേറ്റ് ഇവിടം വരെ ഒറ്റത്തടിയാണ്. അതുപോലെ നടുക്കൊരു റിംഗ് ഉണ്ട്, ഇതും പണിതേക്കുന്നതാണ് അല്ലെ. സ്റ്റാൻഡ് മാത്രം സെപ്പറേറ്റ് ആണ്, ബാക്കിയുള്ള ഈ ഒരു പോർഷൻ മൊത്തം ഒറ്റത്തടി നിർമ്മിച്ചതാണ്. അപ്പൊ നടുക്കത്തെ ആ റിംഗ് അത് ഇങ്ങനെ ഇത് കറങ്ങിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇതും കറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. ഓ കൊള്ളാം. ഇത് നമ്മൾ ഈ ഒരു കിളി ഉണ്ടായിരുന്ന കൊച്ചു കളഞ്ഞതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിനകത്ത് സിഗരറ്റ് ഇടുന്നു, സിഗരറ്റ് ഉണ്ടാക്കുന്നു. ഇത് ഇട്ട് അടച്ചു കഴിഞ്ഞാൽ ഇത് ഇപ്പം അടഞ്ഞു, സിഗരറ്റ് ഇട്ട് അടഞ്ഞല്ലോ. ഇതിങ്ങനെ അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ ആ കിളി ഇത് കൊത്തിയെടുക്കുക. ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ അത് ആ ചുണ്ടയിലിരിക്കും. സിഗരറ്റ് ബീഡി ആയാലും സിഗരറ്റ് ആയാലും ഒക്കെ. ഇതിപ്പോ എത്ര നാളായി പണിതിട്ട്? ഒത്തിരി ഒരു വർഷമെങ്കിലും ആയിട്ടുണ്ട്. ആരും അങ്ങനെ കണ്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഉണ്ടായിരുന്നു. ഇത് കണ്ടോ കൊച്ചു കളഞ്ഞതാ. ഇത് ഈ ബെഡിന്റെ ഒക്കെ അടുത്ത് നമ്മൾ വെച്ചിട്ടേ ഈ ഫോണ് ഇങ്ങനെയുള്ള സാധനമൊക്കെ വെക്കാൻ വേണ്ടി അല്ലേ. ഇതും നമുക്ക് ഇത് സ്റ്റാൻഡ് വരെ ഒറ്റത്തടി ഇവിടം തൊട്ട് ഇവിടം വരെ, അതായത് ഈ ഒരു പോർഷൻ ഇവിടം വരെ ഒറ്റത്തടിയാണ്. അപ്പം നടുക്കത് ഇതിൻ്റെ അകത്ത് കൊണ്ടൊരു ബോൾ ഇതിങ്ങനെ അകത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് കറങ്ങുമല്ല, പിന്നെ കറക്കിയാൽ കറങ്ങും, അങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ ഇത് വേറെ പീസ് അല്ല, ഇത് വേറെ പീസ്, ഇത് വേറെ പീസ്, ഇത് ഒറ്റത്തടിയില് ഇത് മൊത്തം ഉണ്ടെങ്കിൽ ഒറ്റത്തടിക്ക് പണം എടുക്കാം. അതുപോലെ കിട്ടുവാണെങ്കിൽ. അതുപോലെ തന്നെ പിന്നെ എന്താ അത് തന്നെ ആ സാധനം പിടിപ്പിച്ചിട്ടില്ല. ഓക്കെ, നമ്മൾ ആദ്യം കണ്ടില്ല ഇതിന്റെ മേളിലും താഴെ പിടിപ്പിച്ചിട്ടുണ്ട്. മേളിൽ ഇതിൽ നിന്ന് മാത്രമേ പിന്നെ ഇതുകൊണ്ട് ഇവിടെയും ഒരു റിംഗ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഉള്ള മറ്റൊരു സംഭവമാണ് തവികള്. ഇത് ഒത്തിരി ആൾക്കാർ ഇത് വിൽക്കാനുള്ളതാണോ? ഇഷ്ടം പോലെ വിൽക്കുന്നുണ്ട്. ചെറിയ തവികളുള്ളൂ, വലിയ നമുക്ക് ചോറൊക്കെ പോരാൻ പറ്റിയ. ഇന്നുണ്ടാക്കിയതാ. ഒരു തവിയൊക്കെ നമുക്ക് ഉണ്ടാക്കി തരണമെങ്കിൽ എത്ര സമയം എടുക്കും? ഇത് ഒരു ദിവസം ഇരുന്നാൽ 9 ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ 9 ഇതൊക്കെ നമുക്ക് എന്നാ വിലക്ക് കൊടുക്കാൻ പറ്റും? ഞാൻ മേടിക്കുന്നില്ല, നമുക്ക് കഷ്ടപ്പാടിനുള്ളത് കിട്ടുന്നില്ലെന്നുള്ളതാണ് അല്ലേ. അതൊരു പ്രശ്നം തന്നെയാണ്. ഈ ചെങ്ങല എങ്ങനെ ഉണ്ടാക്കി എന്നറിയാൻ ചെറിയൊരു ആഗ്രഹമുണ്ട്. എനിക്ക് മാത്രമല്ല, കാണുന്ന പ്രേക്ഷകർക്കും ചിലപ്പം ആ ഒരു ആഗ്രഹം ഉണ്ടാകുമെന്നറിയാം. അപ്പോൾ നമുക്കത് ഒന്ന് പറഞ്ഞു തരുമോ? പിന്നെ ആദ്യമേ ഇങ്ങനെ പണിയില്ല, ഈ രീതിയിൽ അല്ലേ. ഇങ്ങനെ പണത്ത് ഭാഗിച്ച് ഇതിൻ്റെ എല്ലാ റൗണ്ട് വെട്ടിയിട്ട് ഓരോന്ന് ഇത് തുളച്ച് വിടിയിക്കണം. ഇതൊരു വിടിയിക്കുമ്പം ഇതും കൂടെ എടുത്ത് കളഞ്ഞിട്ടേ ഇത് വിടിയിക്കാം. തീർത്ത് ഇത് അങ്ങോട്ട് ഉരുട്ടി മിനുക്കി കഴിഞ്ഞതിന് ശേഷം ഇത് വിടിയിക്കാൻ നോക്കണം. അന്നേരം ഇവിടെ തുളക്കണം. തുളച്ച് വിട്ടുപോകും. അങ്ങനെ ഓരോന്നായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ഡ്രിൽ ചെയ്യണം. തുളച്ചിട്ട് ഇങ്ങനെ ചെറിയ ഉളി ഉണ്ട്. ആ ഉളിക്ക് പയ്യെ ഇങ്ങനെ അത് മുട്ടാനൊന്നും പറ്റില്ല. കൈക്ക് ഇങ്ങനെ അമർത്തി എടുത്ത് ഒരെണ്ണം പോയി കഴിഞ്ഞാൽ കഷ്ടപ്പാട്. പോയി നമുക്ക് തുടങ്ങുന്നതിനേക്കാളും ഒരു സെന്ററിൽ നിന്ന് പോയാലാണ്. അപ്പൊ ഇങ്ങനെയാണ് ശ്രദ്ധിച്ചാൽ മതി, പോവുകയില്ല. അതല്ല, ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ പെട്ടെന്ന് തീരും. ഇത് പെട്ടെന്ന് ഇതാണ് പണി കിടക്കുന്നത്. ഇതെല്ലാം ഒരു വിടിയിച്ച് കഴിഞ്ഞാൽ ഇത് ഉരുട്ടി മിനുക്കി ഇത് മാറ്റിയിട്ടിട്ട് ഇത് ഇങ്ങനെ വലിച്ചിട്ടുകൊണ്ട് ഇതിങ്ങനെ വെച്ചുകൊണ്ടാണ് പിന്നെ ഇവനെ വിടിയിക്കുമ്പോൾ ഇത് തുളക്കണം. ഇത് തുളച്ച് കഴിയുമ്പോൾ ഇത് വിട്ട് വരുമ്പോൾ ഇതിനെ മിനുക്കണം. അങ്ങനെ ഓരോന്നും. അപ്പോൾ ഒരെണ്ണം വിടിയിക്കണമെങ്കിൽ അടുത്താലും കൂടെ തുളച്ച്
ആ ഇട എടുത്ത് കളയണം. ചേട്ടൻ അത് പറഞ്ഞു തരാൻ യാതൊരുവിധ മടിയും കാണിച്ചില്ല എന്നുള്ളതാണ്. കാരണം ഈ ഒരു ചെയിൻ ഇതേപോലെ ഉണ്ടാക്കിയെടുത്തത്, ഒറ്റത്തടിയിൽ ഉണ്ടാക്കിയെടുത്തത്, അതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടുന്ന് കട്ട് ചെയ്ത്, ഇപ്പോൾ ചേട്ടൻ പറഞ്ഞല്ലോ, അതുപോലെ കട്ട് ചെയ്താണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ ക്ഷമയോട് കൂടി. അതിന് ക്ഷമ വേണം. ക്ഷമയില്ലെങ്കിൽ ക്ഷമ വേണം. പിന്നെ മനസ്സിന് ഇത് വൃത്തിയാവണം എന്നുള്ളൊരു ഭാവന കൂടെ വേണം. തടിയിൽ തീർത്ത, ഒറ്റത്തടിയിൽ തീർത്ത ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ടു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതുപോലെ തന്നെ നമുക്കിപ്പം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കും. ഷോ കേസിലൊക്കെ വെക്കാൻ എന്തെങ്കിലും ഇതുപോലെ ഐറ്റംസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. ചേട്ടൻ്റെ ഫോൺ നമ്പർ ഞാൻ ചുവടെ കൊടുക്കുന്നുണ്ട്.